ദശപുഷ്പങ്ങളിൽ പ്രധാനപ്പെട്ടതും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സർവ്വസാധാരണയായി കാണപ്പെടുന്നതും നിരവധി ഔഷധ ഗുണങ്ങളുമുള്ള ഒരു ഔഷധ സസ്യമാണ് നിലപ്പന. സിദ്ധ ഔഷധങ്ങളിലും ആയുർവേദ ഔഷധങ്ങളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഔഷധമാണ് നിലപ്പന എന്ന സസ്യം. പനയുടെ ഇലയുടെ സാദൃശ്യമുള്ളതുകൊണ്ട് ഈ സസ്യത്തിന് നിലപ്പന എന്ന് വിളിക്കുന്നു. സംസ്കൃതത്തിൽ ഈ സസ്യത്തിന് താലമൂലി, താലമൂലിക, താലപത്രിക എന്നിങ്ങനെ ഒട്ടനവധി പേരുകളുണ്ട്. പല അസുഖങ്ങൾക്കും ഒറ്റമൂലിയായി ഉപയോഗിക്കുന്ന ഈ സസ്യം കറുത്ത മുസലി എന്നും അറിയപ്പെടുന്നു. ആയുർവേദത്തിൽ ഈ സസ്യത്തിനെ വാജീകരണ ഔഷധത്തിൽ പെടുത്തിയിരിക്കുന്നു. ഹൈപ്പോക്സിഡേസിസ് സസ്യകുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം കുർക്കിലിഗോ ഓർക്കിയോയിഡസ് എന്നാണ്. ബഹുവർഷീയ ഔഷധി കൂടിയായ ഈ സസ്യം സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിൽ വളരുന്നു. ഗോൾഡൻ ഐ ഗ്രാസ് എന്നറിയപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ജന്മദേശം നേപ്പാളാണെന്ന് പറയപ്പെടുന്നു. ഇന്ത്യയിലും ഫിലിപ്പീൻസിലും ഈ സസ്യം ഒട്ടനവധി ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഈ സസ്യത്തിൻ്റെ ഇല ഏകദേശം 15 തൊട്ട് 45 സെൻറ്റിമീറ്റർ നീളത്തിലും 2.5 സെൻറ്റിമീറ്റർ വീതിയിലുമാണ് കാണപ്പെടാറുള്ളത്. ഇലയുടെ അറ്റം മണ്ണിൽ തട്ടിക്കിടന്നാൽ പുതിയ ചെടി കിളിർത്തു വരുന്നു. വളരെ സാവധാനത്തിൽ വളരുന്ന ഒരു സസ്യം കൂടിയാണ് നിലപ്പന. ഇലയുടെ കക്ഷത്തിൽ നിന്ന് പൂക്കൾ ഉത്ഭവിക്കുന്നു. മഞ്ഞ നിറത്തിലാണ് പൂക്കൾ കാണപ്പെടാറുള്ളത്. ക്യാപ്സൂൾ ഷേപ്പിലെ ഇതിൻ്റെ ഫലത്തിൽ 4 തൊട്ട് 5 തിളങ്ങുന്ന കറുത്ത വിത്തുകൾ ഉണ്ടായിരിക്കും. വിത്തുകൾ വളരെ റെയറായിട്ടേ കിളിർക്കാറുള്ളൂ. മൂലകാണ്ഡമാണ് നടാൻ നല്ലത്. നിലപ്പനയുടെ മൂലകാണ്ഡം അഥവാ കിഴങ്ങ് മണ്ണിൽ വളർന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ കിഴങ്ങിൽ ധാരാളം അന്നജം അടങ്ങിയിരിക്കുന്നു. മൂലകാണ്ഡമാണ് മിക്കവാറും ഔഷധത്തിന് ഉപയോഗിക്കുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സമൂലമായും ഔഷധത്തിന് ഉപയോഗിക്കാറുണ്ട്. മൂത്രാശയ രോഗങ്ങൾ, സ്ത്രീരോഗങ്ങൾ, വെള്ളപ്പോക്ക്, ലൈംഗിക ദൗർബല്യം, തൈറോയ്ഡ്, ശരീരപുഷ്ടിക്ക്, അമിത രക്തസ്രാവം എന്നിവയ്ക്ക് നിലപ്പന അത്യുത്തമമാണ്. നിലപ്പനയുടെ ഇലയിട്ട് കഷായം വെച്ച് കുടിച്ചാൽ ചുമയ്ക്ക് ആശ്വാസം ലഭിക്കും. നിലപ്പനയുടെ കിഴങ്ങ് പാലിൽ അരച്ചു കഴിച്ചാൽ മഞ്ഞപ്പിത്തം കുറയാൻ സഹായകമാകും. ഈ സസ്യത്തിൻ്റെ ഇല വേപ്പെണ്ണ ചേർത്തരച്ച് നീരുള്ള ഭാഗത്ത് പുരട്ടിയാൽ നീര് കുറയുകയും വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. സ്ത്രീകളിലെ അസ്ഥി ഉരുക്കത്തിന് നിലപ്പനയുടെ കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച് ആ പൊടി പാലിൽ ചേർത്തു കഴിച്ചാൽ ആശ്വാസം ലഭിക്കും. നിലപ്പനയിട്ട് എണ്ണ കാച്ചി തലയിൽ തേക്കുന്നത് അലർജി, സൈനസ് പോലുള്ള അസുഖങ്ങൾക്ക് നല്ലതാണ്. ഈ സസ്യത്തിൽ പ്രോട്ടീൻസും വിറ്റമിൻസും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. രക്തശുദ്ധിക്കും ഗർഭാശയ മുഴയ്ക്കും കരൾ വീക്കം, ഹെർണിയ, ജോയിൻറ്റ്സ് പെയിൻ, സന്ധിവാതം എന്നിവയ്ക്കും നിലപ്പന ഉപയോഗിക്കാറുണ്ട്. പ്രമേഹ രോഗികളിൽ കാണപ്പെടുന്ന ക്ഷീണം അകറ്റാനും നല്ലതാണ്. കിഡ്നി സ്റ്റോണിനും മലബന്ധം, ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക്, പാണ്ടിന്, മുഖകാന്തിക്ക്, കേൾവിക്കുറവിന് ഇതിനെല്ലാം തന്നെ ഈ സസ്യം ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. വിതാരാദിഘൃതം, വിതാരാദി ലേഹ്യം, മർമ്മഗുളിക, മുസല്യാദി ചൂർണം മുതലായവയിലെ ഒരു ചേരുവ കൂടിയാണ് ഈ സസ്യം. ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ ഈ സസ്യം കണ്ടുവരാറുണ്ടെങ്കിലും വംശനാശത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെടി കൂടിയാണിത്.